ആളെ കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം 3 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് കോടതി എത്ര ദിവസമാണെന്ന് തീരുമാനിച്ചാണ് കസ്റ്റഡി നൽകുക. അതിനുശേഷം പാങ്ങോട് ഈ സൽമാ ബീവിയുടെ വീട്ടിൽ എത്തി തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ട് അവനെ നാളെ അവന്റെ വീട്ടിലോട്ട് തെളിവെടുപ്പിന് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവന്റെ മാനസിക നില എന്തായിരിക്കും? അവൻ ഈ കൃത്യങ്ങളൊക്കെ ചെയ്തത് മാർക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷവും അതുപോലെ തന്നെ മദ്യപിച്ചതിന് ശേഷവുമാണ് ഇവൻ ഈ കൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്, അഫാന്റെ ഉപ്പ ഗൾഫിൽ നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുമൂലം തന്നെ അഫാന്റെ വീട്ടിലോട്ട് മാസം മാസം നിരന്തരം അത്യാവശ്യം നല്ല രീതിയിലുള്ള തുക അവന്റെ വാപ്പ അയക്കുമായിരുന്നു ഗൾഫിൽ നിന്ന്. അങ്ങനെ അവർ ആ പൈസ കൊണ്ട് നല്ല രീതിയിലുള്ള ആർഭാട ജീവിതം നയിക്കുകയും, അഫാന് ജോലിയൊന്നുമില്ല, അഫാന് ജോലിക്ക് പോകണമെന്ന് ഇഷ്ടമല്ല. അവന് +2 കഴിഞ്ഞിട്ട് +2 ഫെയിൽഡാന്ന് തോന്നുന്നത്. അങ്ങനെ +2 കഴിഞ്ഞിട്ട് അവൻ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നിട്ട് വാപ്പ അയക്കുന്ന പൈസയും കൊണ്ട് അവനും അവന്റെ ഉമ്മയും നല്ല രീതിയിൽ ആർഭാട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നുണ്ടായത്, അവന്റെ ഉപ്പാന്റെ ബിസിനസ് പെട്ടെന്ന് പൊളിയുകയും അത് മൂലം വീട്ടിലോട്ടുള്ള കോണ്ടാക്റ്റും പൈസ അയക്കുന്നതും അവിടെ നിന്നു. ആ നിന്നതോടെ വീട്ടിലുള്ള അഫാനും അഫാന്റെ ഉമ്മയും അവരുടെ ആർഭാട ജീവിതമല്ല മുട്ടിയത്. ആ ആർഭാട ജീവിതം മുട്ടിയതോടെ അവർ രണ്ടുപേരും തീരുമാനിച്ചു, നമ്മൾക്ക് കടം മേടിക്കാം. അങ്ങനെയാണ് അവർ രണ്ടുപേരും കൂടിയിട്ട് 65 ലക്ഷം രൂപയാണ് ടോട്ടൽ കടം മേടിച്ചിട്ടുള്ളത്. ഇവര് കടം മേടിക്കണ എന്ത് പറഞ്ഞോണ്ടാ? വാപ്പാക്ക് അഫാന്റെ ഉപ്പാക്ക് അവിടെ നല്ല രീതിയിൽ ബിസിനസ് ഉണ്ട്. ആ അടുത്ത മാസം പൈസ അയച്ചു തരും, ആ പൈസ അയച്ചു തന്നാൽ ഉടനെ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കടം മേടിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതൊന്നും അവിടെ ഇരിക്കുന്ന അഫാന്റെ ഉപ്പതൊന്നും അറിയുന്നില്ല. കടം കൊടുക്കുന്ന ആൾക്കാർക്ക് അഫാന്റെ ഉപ്പാന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണെന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. ഇവർ പറയുന്നത് എന്താ? അഫാന്റെ ഉമ്മ പറയുന്നത്, അടുത്ത മാസം പൈസ അയക്കും, അത് നിങ്ങൾക്ക് തിരിച്ചു തരാം, ആ പൈസ അയച്ചു കഴിഞ്ഞാൽ ഈ കടം മേടിച്ച പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫാന്റെ ഉമ്മ ബന്ധുക്കളുടെ അടുത്തുനിന്നും അതുപോലെ തന്നെ കൂട്ടുകാരുടെ അടുത്തുനിന്നും പൈസ കടം മേടിക്കുന്നത്. ഒരു കടം മേടിച്ച പൈസയുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 65 ലക്ഷം രൂപയാണ് കടം മേടിച്ചിട്ടുള്ളത്. അഫാന്റെ ഉപ്പാക്ക് ബിസിനസ് പൊളിഞ്ഞിട്ട് അവിടെ നഷ്ടം വന്നത്, കടം കൊടുക്കാൻ വന്നത് ടോട്ടല് 25 ലക്ഷം രൂപ മാത്രമേ അഫാന്റെ ഉപ്പാക്ക് ഗൾഫിൽ കടമായിട്ടുള്ളൂ. പക്ഷെ അഫാനും അഫാന്റെ ഉമ്മയും ചേർന്ന് നാട്ടിൽ മേടിച്ചു കൂട്ടിയ കടം 65 ലക്ഷം രൂപയായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതൊന്നും അഫാന്റെ ഉപ്പ അറിയുന്നില്ല. കാരണം ഈ ബിസിനസ് പൊളിഞ്ഞതോടെ കടബാധ്യസ്ഥനായല്ലോ, അതുകൊണ്ട് വീട്ടിലോട്ടുള്ള കോണ്ടാക്ട് നിന്നായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ പാവം ഉപ്പാക്ക് ഇതൊന്നും അറിയുന്നില്ല. വാസ്തവത്തിൽ അതാണ് സംഭവിച്ചത്. നിങ്ങൾ എൻ്റെ അടുത്ത് മേടിച്ച പൈസ തരാതെ ഞാൻ നിങ്ങൾക്ക് ഇനി പൈസ തരൂല എന്ന് പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ് അഫാൻ അഫാന്റെ ബന്ധുക്കളെ കൊന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 1-2 പ്രാവശ്യം അഫാന് ചോദിച്ചപ്പോ അഫാന്റെ ഉമ്മാക്ക് പൈസ എടുത്ത് കൊടുത്ത ബന്ധുക്കളെ കൊല്ലാനുള്ള കാരണം 3-4 പ്രാവശ്യം ചോദിച്ചപ്പോൾ അവർ തരൂല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അഫാൻ അവരെ കൊന്നത്. ആ ഒരു വൈരാഗ്യം വെച്ചിട്ട്. നിങ്ങളൊന്ന് ഓർക്കണം, ഫസ്റ്റ് മേടിച്ച പൈസ, കടം ചോദിച്ച പൈസ തിരിച്ചു കൊടുക്കാതെ 2-3 പ്രാവശ്യം ചോദിക്കുക. എന്തിന്? ആർഭാടത്തോടെ ജീവിക്കാൻ വേണ്ടി. അങ്ങനെയാണ് അഫാന്റെ ബന്ധുക്കളെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. അഫാനെ നാളെ തെളിവെടുപ്പിന് അവന് വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവന്റെ മാനസിക അവസ്ഥ എന്തായിരിക്കും? അവന് കുറ്റബോധം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് പറ. അവന്റെ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവന്റെ മനസ്സിലൊരു ഇടങ്ങേറുണ്ടാവില്ലേ? അവന്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവില്ലേ? എന്റെ സ്വന്തം കൂടപ്പിറപ്പായ എന്റെ അനിയനെ, എന്റെ ഉമ്മാനെ, എന്റെ ഗേൾ ഫ്രണ്ടിനെ എല്ലാം വധിച്ചത് അവന്റെ വീട്ടിൽ വെച്ചാണ്. ഇതെല്ലാം അവൻ ഓർക്കുമ്പോൾ അവനക്ക് നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുറ്റബോധങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നാളെ അവന് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ അവന്റെ ഉപ്പാൻ അവൻ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവൻ പറയുന്നത് എന്താ? ഇനി ഞാൻ ജീവിക്കില്ല. ശരിയാണോ? അവന് ജയിൽ മോചിതനായി പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ അവൻ ജീവിക്കുമോ? അവൻ ജീവിക്കാൻ ചാൻസ് കുറവാണ്. അവന്റെ മനസ്സിൽ എപ്പോഴും ഇനി ഈ കുറ്റബോധം കടന്ന് നീറുകയായിരിക്കും ഇനി ചെയ്യുക. ഇനി അവന് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അവന് കഴിയില്ല. അവൻ എന്തായാലും ചാവാനുള്ള ആള് തന്നെയാണ്.